ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ വെൻ എ സ്നെയിൽ ഫോൾസ് ഇൻ ലവിൻ്റെ 9ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. സ്റ്റാർട്ടിങ് സീനിൽ തന്നെ കാണിക്കുന്നു വന്നിട്ട് നമ്മുടെ ഓൾറെഡി വന്ന് നമ്മുടെ യുധിച്ചായി പറഞ്ഞു കാണില്ല അവർ തമ്മിൽ അഫെയർ ഉണ്ടെന്നും. അപ്പോൾ ചോദിക്കുവാണ് എന്താണ് അന്ന് ഉണ്ടായത്, കറക്റ്റ് കാര്യം പറയാൻ സമയത്ത് ഇവൻ പറയണേ ആക്ച്വലി ഞങ്ങൾ വന്നിട്ട് ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു ആദ്യം. നമ്മുടെ ഷിന്നിൻ്റെ ഏറ്റവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ പപ്പയുടെ മരണത്തിനുള്ള റിവെഞ്ചും എടുക്കണമായിരുന്നു. മാത്രമല്ല ഇവൾക്ക് റൈറ്റ്ഫുൾ ആയിട്ടുള്ള അവളുടെ സ്വത്ത് വന്ന് കമ്പനിയിൽ നിന്ന് കിട്ടണമായിരുന്നു. അതിനുവേണ്ടി ഇവർ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു. പിന്നീട് ഇവർ ലവേഴ്സായി മാറിയെന്നുള്ള കാര്യം പറയുവാണ്. ഞങ്ങളുടെ ഏറ്റവും ലാസ്റ്റ് പ്ലാന് വന്നിട്ട് ഈ ജ്വല്ലറിയുടെ ലേലമായിരുന്നു. പക്ഷേ അതിന് മുമ്പാണല്ലോ ഷിൻ മരിച്ചത്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഒരു പ്ലാനിൽ വീഴ്ച വന്നിട്ട് ഞങ്ങൾക്ക് ഇച്ചിരി എക്കണോമിക്കലി ഇച്ചിരി ക്രൈസിസ് ഉണ്ടായി. അന്ന് രാത്രി അവളെന്നെ കാണാൻ വന്നായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പുലർച്ചെ പോയപ്പോൾ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിൻ മരിച്ച് കിടക്കുന്നതാണ്. അപ്പം ഞാനാണ് ഒരു മര്യാദ പ്രകാരം അവൾക്ക് ടവല് ഒരു വൈറ്റ് ടവൽ മൂടി കിടന്നില്ലേ, അത് മൂടി കിടത്തിയത് ഞാനാണ്. മാത്രമല്ല പിന്നെ ഞങ്ങളുടെ പ്ലാന് എനിക്ക് ഈ പൈസ കമ്പനിയിൽ നിന്നുള്ള ആ ഒരു സ്വത്തുകളെല്ലാം അടിച്ചു മാറുന്നുള്ള പ്ലാൻ പുറത്താരും അറിയാതിരിക്കാനും ഞങ്ങൾ തമ്മിലുള്ള ആ റിലേഷൻ പുറത്താരും അറിയാതിരിക്കാനും വേണ്ടിയാണ് ഞാൻ ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്ത് ഇങ്ങോട്ട് പോകുന്നതെന്ന് പറയുവാണ്. അപ്പോൾ ആ സമയത്ത് ലിങ് അവിടെ വന്നിട്ട് പറയുകയാണ് നമ്മുടെ ഷിന്നിനെ കൊന്നത് ഞാനാണെന്നും പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, അയാളാണ് കൊന്നതെന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്ന് പറഞ്ഞിട്ടുണ്ടെന്നും. അപ്പോൾ അയാളെ ചോദ്യം ചെയ്യാനായിട്ട് നമ്മുടെ ബൈയും അതുപോലെ തന്നെ വിറ്റും ചെന്നിരിക്കും കേട്ടോ. അത് വേറെ ആരുമല്ല, നമ്മുടെ യുധിച്ചയുടെ വൈഫ് ഇല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിന്നിൻ്റെ അങ്കിളിൻ്റെ മോള്. അപ്പോൾ ആളാണ് വന്നിരിക്കുന്നത്. ആൾ പറയുകയാണെങ്കിൽ എനിക്ക് വന്നിട്ട് എൻ്റെ ഹസ്ബൻഡും അവളും നമ്മളുടെ അഫെയർ അറിഞ്ഞു, അതിൻ്റെ ദേഷ്യത്തിൻ്റെ പുറത്താണ് ഞാൻ വന്ന് ഷിന്നിനെ അന്ന് രാത്രി കൊന്നതെന്ന് പറയുവാണ്. എന്നിട്ട് വിറ്റ പറയുവാണെന്നാൽ ശരി നിങ്ങൾ എങ്ങനെ കൊന്നതെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയണം. അങ്ങനെ അവരുടെ ആ മൊഴിയെല്ലാം എടുത്തിട്ട് ഇവർ പുറത്ത് വരുവാണ്. മാത്രമല്ല പുറത്ത് വന്നിട്ട് ക്യാപ്റ്റൻ ബൈ പറയുവാണ് നമ്മുടെ നിക്കിൻ്റെ അടുത്ത് പറയണം എന്തായാലും അവനെ റിലീസ് ചെയ്തേക്ക്, കാരണം വെച്ചാൽ നമുക്ക് അവൻ്റെ നേരെ ഉപയോഗിക്കാനായിട്ട് പ്രോപ്പറായിട്ട് എവിഡൻസ് ഒന്നുമില്ല, അവിടെ അവനോട് വെച്ചുകൊണ്ടിരിക്കണം എന്നിട്ട് പറഞ്ഞു വിടുക കേട്ടോ. ഇനി അന്ന് രാത്രിയാണെങ്കിൽ നമ്മുടെ മറ്റേ വാസുവിൻ്റെ തോളത്ത് കിടന്ന് വിറ്റ മയങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതിൻ്റെ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷിന്നെ ഒരു ഫ്രണ്ടാണല്ലോ, അതിൻ്റെ സങ്കടമൊക്കെ ആലോചിച്ചിട്ടും ഈ കേസിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് മയങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൾ പെട്ടെന്നൊരു കാര്യം ക്ലിക്കാവണം. അവൾ നേരെ ക്രൈം സീൻ കാണാനായിട്ട് പോകും കേട്ടോ. അപ്പോൾ ക്രൈം സീൻ കാണാനായിട്ട് പോകുന്ന സമയത്ത് ഓൾറെഡി അവിടെ വന്ന് ബൈ ഉണ്ട്. അപ്പോൾ ബൈ പറയണേ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നീ ഇങ്ങോട്ട് വരുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ വിളിക്കായിരുന്നേ, കാരണം എന്തെങ്കിലും ക്ലൂ കിട്ടി കഴിഞ്ഞാൽ നീ മേലുദ്യോഗസ്ഥൻ്റെ ഓർഡർ വരുന്നവരെ വെയിറ്റ് ചെയ്യത്തില്ല എന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ക്രൈം സീൻ ചെന്ന് നോക്കുക കേട്ടോ. ക്രൈം സീൻ ചെന്നിട്ട് ഇവർ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്തും ഓൾറെഡി നമ്മുടെ ആ ഒരു മോള് മീൻസ് യുധിച്ചയുടെ വൈഫ് വന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞാണല്ലോ. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇവർ പറയണം എന്തുമായാലും ഇവൾ ഓടിക്കൊണ്ടിരുന്ന സമയത്താണ് ഇവളെ വന്നിട്ട് കത്തി വെച്ച് കുത്തിയിട്ടുള്ളതെങ്കിൽ ഇത്ര ആഴത്തിൽ മുറി വരാൻ ചാൻസ് ആണ്, അപ്പോൾ ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറയണം. അപ്പോൾ എന്തുമായാലും ഒന്നെങ്കിൽ അവൾ ഒറ്റയ്ക്ക് ആവാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ട്. ആക്ച്വലി അവിടെ എല്ലാവരുടെയും മൊഴി വെച്ച് നോക്കുവാണെങ്കിൽ ആർക്കും ഷിന്നിന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ആരെങ്കിലും തന്നെ കൂടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്തുമായാലും ഇതിനെപ്പറ്റി ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ പുറത്തിറങ്ങി വരാം കേട്ടോ. പുറത്തിറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ വിറ്റിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ബൈ ആണെങ്കിൽ അവൾ കോട്ട് ഇട്ട് കൊടുക്കാൻ നിൽക്കും കേട്ടോ. ആ സമയത്ത് അവൾ അത് റിജക്റ്റ് ചെയ്തിട്ട് 4 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വന്നിട്ട് കിതച്ച് നിന്നിട്ട് പറയണം ഇപ്പം എനിക്ക് തണുപ്പേ ഇല്ലല്ലോ ഒന്നും. അപ്പോൾ ബൈ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ കോട്ട് അവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇവർ രണ്ടുപേരും നടന്നു പോകുന്ന സമയത്ത് പറയാം നാളെ എന്തുമായാലും ഒന്നും കൂടി ക്വസ്റ്റ്യൻ ചെയ്യണം, ഈ കേസിൽ വേറെ എന്താണ്ടൊരു കാര്യം ഇവർ മറച്ചു വെക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ വരിക. ഇനി പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ ഇവർ നേരെ ചെല്ലുന്നത് വന്നിട്ട് യുധിച്ചയുടെ വൈഫിനെ ക്വസ്റ്റ്യൻ ചെയ്യാനാണ്. ഇവർ പറയണം ഓക്കെ നിങ്ങൾ പറഞ്ഞത് വെച്ച് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഓരോരോ ക്വസ്റ്റ്യൻസ് പിന്നെയും ചോദിക്കാൻ തുടങ്ങുക. റൂമിൻ്റെ കളർ എന്തായിരുന്നു, ഇങ്ങനെയാണോ അങ്ങനെയാണോ, അവൾ എങ്ങനെ കിടന്നിരുന്നത്, അവൾ ഏതാ ഡ്രസ്സ് ഇട്ടിരുന്നുള്ള അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് ഒരു കാര്യം പറയണം, നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം നിങ്ങളല്ല ഈ ഒരു കാര്യം ചെയ്തതെന്ന്, മനസ്സിലായോ? മാത്രമല്ല നിങ്ങൾ വന്ന് ഇപ്പോൾ നിങ്ങൾ അറസ്റ്റ് ചെയ്യുവാണ്, ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുവാണ്, ഒരു പക്ഷേ നിങ്ങൾ 10-15 വർഷം ജയിലിലാവാം, ചിലപ്പോൾ ലൈഫ് ലോങ് നിങ്ങൾ ജയിലിൽ കിടക്കാം, ഒരു പക്ഷെ നിങ്ങൾക്ക് മരണശിക്ഷ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ സത്യം തുറന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് ഇവർ വന്ന് നല്ല ഇൻ്റലിജൻ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നത് കേൾക്കുമ്പോൾ ലാസ്റ്റ് നമ്മൾ യുധിച്ചയുടെ വൈഫ് മേടിച്ചിട്ട് പറയുവാണ് അല്ലാതെ എൻ്റെ വയസ്സായിരിക്കുന്ന അച്ഛൻ വന്ന് ജയിലിൽ പോകുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റുമെന്നും. വേറെ ഒന്നുമല്ല ഇവള് അപ്പോൾ വന്നിട്ട് നമ്മുടെ ഷിന്നിൻ്റെ അങ്കിളാണ് ഷിന്നിനെ കൊന്നതാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകിട്ട് വന്നിട്ട് മിങ് അതുപോലെ തന്നെ ലിങ്ങും നിക്കും എല്ലാവരും കൂടിയിട്ട് അറസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകാം. ഈ ടൈമത്താണെങ്കിൽ വിറ്റും ബൈയും കൂടിയിട്ട് നമ്മുടെ ഷിന്നിൻ്റെ ബോഡി ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നും കൂടി ഒന്ന് നോക്കാൻ പോയേക്കുക, മുറിവുണ്ടായതൊക്കെ വെച്ച് നോക്കാനായിട്ട് പോയേക്കുവാണ്.
എന്നിട്ട് അവരൊരു കാര്യം കണ്ടുപിടിക്കുവാണ്. ബോഡിയുടെ ഇടത്തെ ഭാഗത്തുള്ള മുറിവുകൾ വന്നിട്ട് വളരെ മൈന്യൂട്ടാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയ ആഴമൊന്നുമില്ല. പക്ഷെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതിന് വന്നിട്ട് നല്ല ആഴമുണ്ട്. അപ്പം അതിനർത്ഥം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരാളല്ല 2 പേര് കാണണം. ഇതിനകത്ത് 2 പേര് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാൾ വന്ന് ലെഫ്റ്റ് ഹാൻഡറാണ്, അത് വന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. ഇനി റൈറ്റ് ഹാൻഡ് വെച്ച് ചെയ്തിട്ടുള്ള ആൾ എന്തോ വേണം എന്താ വെച്ചാൽ അത് ഡൗട്ട് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള എന്നുള്ള കാര്യം ഇവർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കൊന്നിട്ടുള്ളത് ലെഫ്റ്റ് ഹാൻഡ് ഉള്ള ഒരാളായിരിക്കണം. ഇനിയാണെങ്കിൽ ഷിനിൻ്റെ അങ്കിള് നല്ല ഏജ് ആയിട്ടുള്ള ഒരാളല്ലേ, അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്ത് പോകുന്ന കാണുമ്പോൾ അയാളെ മോനൊക്കെ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുക കേട്ടോ. മാത്രമല്ല പ്രശ്നം ഉണ്ടാക്കുക. അപ്പോൾ അയാൾ പറയണം, മോനെ അത് കുഴപ്പമില്ല, ഞാൻ ചെയ്ത് തെറ്റില്ല, അവരെന്നെ അറസ്റ്റ് ചെയ്യുന്നത്, ഞാൻ എത്രയൊക്കെയോ കഷ്ടപ്പാട് കണ്ടേക്കുന്നു, ഇത് എനിക്കൊരു വലിയ കഷ്ടമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നിൽക്കുക. ആ സമയത്ത് അങ്ങോട്ട് വിറ്റിയും ബൈയും കൂടി വരുവാണ്. എന്നിട്ടാണെങ്കിൽ അയാളുടെ സ്റ്റിക്ക് തറയെ കിടപ്പുണ്ടാവും കേട്ടോ. അത് എടുത്ത് കൊടുക്കുന്ന സമയത്ത് അയാൾ വലത്തെ കൈ കൊണ്ടാണ് ആ സാധനം വാങ്ങുന്നത്. അപ്പോൾ ബൈ പറയുവാണ് ഇയാളല്ല ഈ ഒരു കുറ്റകൃത്യം ചെയ്തേക്കുന്നത്, അതുകൊണ്ട് ഇയാളെ റിലീസ് ചെയ്യാൻ പറയുവാണ്. എന്നിട്ട് ബൈ നേരെ വന്നിട്ട് ഈ ഒരു അങ്കിളില്ലേ, ഷിനിൻ്റെ അങ്കിള്, ആളുടെ മോൻ്റെ അടുത്ത് പറയണം, അപ്പോൾ നീയാണല്ലേ അത് ചെയ്തത്, മാത്രമല്ല ആ മുറിവിന് ഡൗട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തതിൻ്റെ വൈഫും അല്ലേ എന്ന് ചോദിക്കുവാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊന്നിട്ടുള്ളത് ലെഫ്റ്റ് ഹാൻഡ് പിടിച്ചിട്ടുള്ള ഒരാളാണ്. അത് വന്നിട്ട് നമ്മുടെ ഷിനിൻ്റെ അങ്കിളിൻ്റെ മോൻ. ഇനി ഷിനിൻ്റെ അങ്കിളിൻ്റെ മോൻ ഓൾറെഡി കൊന്നല്ലോ, അപ്പോൾ ഇത് വെച്ചിട്ട് അയാളുടെ മേൽ മാത്രം ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കേസ് ഇച്ചിരി കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആളുടെ വൈഫ് വന്നിട്ട് റൈറ്റ് ഹാൻഡാണ്. ആൾ വന്നിട്ട് ചെറിയ രീതിക്ക് മുറിവുകൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. രണ്ട് തരത്തിലുള്ള ആഴത്തുള്ള മുറിവുകളായതുകൊണ്ട് പെട്ടെന്ന് ഇവർക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ അവിടെയുള്ളവർ ചോദിക്കും ഇവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ബൈ പറയണം ഈ വീടിനകത്ത് ആകെ ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് ഈ ഷിനിൻ്റെ അങ്കിളിൻ്റെ മോൻ, അതുകൊണ്ട് ഇവൻ തന്നെ ചെയ്തേക്കുന്നത് ലെഫ്റ്റ്. എന്നിട്ടാണെങ്കിൽ ഇവരെ കൊണ്ടുപോയിട്ട് ബൈ ചോദ്യം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ആ സമയത്ത് ഫസ്റ്റ് വന്ന് ചോദ്യം ചെയ്യുന്നത് വന്നിട്ട് നമ്മുടെ ആ ഒരു ഷിനിൻ്റെ അങ്കിളിൻ്റെ മോനുണ്ടല്ലോ, അപ്പോൾ ആളെയും അതുപോലെ തന്നെ ആളുടെ വൈഫിനെ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ആൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ വന്ന് കമ്പനിക്കകത്ത് എന്തോ ഒരു തിരിമരുന്ന് നടത്തിയിട്ടുണ്ട്, അത് വന്ന് ഷിന്നിനറിയാം. അപ്പോൾ ഷിൻ ആ കാര്യം പറഞ്ഞ് ഇയാൾ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് വിളിപ്പിച്ചായിരുന്നു. അപ്പോൾ അയാൾ ചെല്ലുന്ന സമയത്ത് ഇയാൾക്ക് യുധിച്ചായുമായിട്ട് ഷിന്നിനുള്ള റിലേഷൻ അറിയാമായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് ഇവർ തമ്മിലൊരു ആർഗ്യുമെൻ്റ് ആയെന്ന് തുടർന്നാണ് ഇയാൾ വന്ന് ഷിന്നിനെ കത്തി വെച്ച് കുത്തുന്നത്. പക്ഷെ ആ ഒരു കുത്തിൽ വന്നിട്ട് ഇവള് മരിച്ചു പോകും കേട്ടോ. അപ്പോൾ എന്തോ ചെയ്യണം എന്നറിയാതെയാണ് ഇയാളുടെ വൈഫിനെ വിളിച്ചു വരുന്നത്. അപ്പോൾ വൈഫ് വന്നിട്ട് ഇനി ഇതിൽ വന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് അല്ലേ ഹസ്ബൻഡ്, അപ്പോൾ അത് തിരിച്ചറിയണമെന്ന് വെച്ചിട്ട് അവളായിട്ട് കുറച്ച് കട്ട്സ് ഉണ്ടാക്കിയത്. പക്ഷേ കട്ടുകളുടെ ആ കട്ട് ചെയ്തില്ല ആ പെണ്ണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ആഴം വ്യത്യാസം വന്നതുകൊണ്ടാണ് ഇവർക്ക് വന്നിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയത്. നെക്സ്റ്റ് വന്ന് ചോദ്യം ചെയ്യുന്നു വന്നിട്ട് ഈ വന്ന് ഷിനിൻ്റെ അങ്ങളെയാണ്. അപ്പോൾ ആൾ പറയണം ആക്ച്വലി ഞാൻ എൻ്റെ മോള് വന്ന് പെട്ടെന്ന് പോകുന്ന കണ്ടപ്പോൾ എന്തോ കാര്യം അറിയാൻ വേണ്ടി ഫോളോ ചെയ്ത് ചെന്നതാണ്. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞ് ഞാൻ കയറി നോക്കുമ്പോൾ ഷിന്നി മരിച്ചു കിടക്കുന്നു. അപ്പോൾ പിന്നെ എൻ്റെ മക്കളുടെ മേല്, എൻ്റെ മോൻ്റെയും മരുമോളുടെയും മേല് കുറ്റം വരാതിരിക്കാൻ വേണ്ടി ഞാനാണ് അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ട് സെന്നിന് അയച്ചത്. അതുകൊണ്ട് തന്നെ ഇവള് മരിച്ച ടൈമിൽ ഇച്ചിരിയെങ്കിലും മാറ്റം വരും, എൻ്റെ മക്കളുടെ മേല് പ്രശ്നം വരത്തില്ല എന്നുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. അതേസമയം അടുത്തത് വന്നിട്ട് ഒരാൾ ഏറ്റു പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ ഷിനിൻ്റെ അങ്ങളുടെ മോള്. അപ്പോൾ ആളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ആ ലേഡി പറയുവാണ് വേറൊന്നുമല്ല, എൻ്റെ പപ്പ അന്ന് അവളുടെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. ഞാൻ വന്ന് എൻ്റെ ഹസ്ബൻഡ് അതുപോലെ ഷിന്നും തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിട്ട് അവളോട് ചോദിക്കാനായിട്ട് വന്നായിരുന്നു. പക്ഷെ ആ സമയത്തും എൻ്റെ പപ്പ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന കണ്ടിട്ട് ഞാൻ കയറി നോക്കിയപ്പോൾ ഷിൻ മരിച്ചു കിടക്കുന്നു. അപ്പോൾ എൻ്റെ വയസ്സായ പപ്പയും ഞാൻ എങ്ങനെയാണ് ജയിലിലാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇവളും പറയാം. അങ്ങനെ ലാസ്റ്റ് ആ കേസൊക്കെ ക്ലോസ് ആവും കേട്ടോ. പിറ്റേന്നാണെങ്കിൽ നമ്മൾ വിറ്റിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു ഓഫീസർ വന്നിട്ട് പറയുകയാണെന്നാണ് നിന്നെ കാണാനായിട്ട് പുറത്തൊരാൾ വന്നിട്ടുണ്ടെന്ന്. അത് വേറെ ആരെങ്കിലും നമ്മുടെ സെന്നാണ്. സെന്നിനാണെങ്കിൽ ഷിന്നിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഇവൻ്റെ ഫാമിലി മൊത്തത്തിൽ വന്നിട്ട് ഇവളുടെ ആ ഒരു മരണം മറച്ചു വെക്കാനായിട്ട് നോക്കിയില്ല. അപ്പം അതിനെപ്പറ്റി സങ്കടമൊക്കെ ഉണ്ട്. അപ്പോൾ വിറ്റ് ഇവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇവനെ ഹഗ് ചെയ്തിട്ട് കംഫർട്ട് ചെയ്യുക കേട്ടോ. പക്ഷെ ഇതെല്ലാം വന്നിട്ട് അവിടെ ബൈ വണ്ടിയിൽ നിന്ന് കാണുന്നുണ്ട്. അവനാണെങ്കിൽ ഭയങ്കര കലിപ്പും അതുപോലെ തന്നെ ഭയങ്കര കുശുമ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവ അതൊക്കെ കടിച്ചമർത്തി ഇത് കണ്ടുകൊണ്ട് നിൽക്കുവാണ്. എന്തേ സമയം വന്ന് ആ ഒരു ബ്രേക്ക് ടൈമിൽ വന്ന് മിങ്ങിനെ കാണിക്കും കേട്ടോ. മിങ്ങാണെങ്കിൽ നമ്മുടെ വിറ്റയുടെയും ബൈൻ്റെയും ഒരുമിച്ച് നിന്നെടുത്ത് ഫോട്ടോയൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആ സമയത്ത് അങ്ങോട്ട് ലിങ്ക് വരും കേട്ടോ. അപ്പം ലിങ്ക് വന്ന് നൈസിലിരുന്ന് ചോദിക്കുകയാണ് എന്ത് പറ്റി, നീ എന്തിനാണ് നമ്മുടെ ബൈൻ്റെ അതുപോലെ തന്നെ വിറ്റയുടെയും ഫോട്ടോ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവള് പറയുകയാണ് നിങ്ങൾക്ക് അറിയാമോ മറ്റേ ബൈ നിങ്ങളുടെ ക്യാപ്റ്റൻ വന്നിട്ട് എങ്ങനെയുള്ള പെണ്ണുങ്ങളെ ഇഷ്ടം എന്നൊക്കെ അറിയാമെന്ന് പറഞ്ഞ് ചോദിക്കും കേട്ടോ. അപ്പോൾ അവൻ പറയുകയാണ് നീ ആൾക്ക് വേണ്ടി മാറേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നീയായിരിക്കുവാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവൾ ഇച്ചിരി മോട്ടിവേഷനൊക്കെ കൊടുക്കൂട്ടാ. അപ്പോൾ ഇവള് പറയും എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ട്രൂ ഫീലിങ്സ് പറയണമെന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് ഇവൻ പറയും ഇതൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല, എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് പറയാൻ നല്ലതെന്ന് പറഞ്ഞിട്ട് ഇവളെ ഇച്ചിരി മോട്ടിവേറ്റ് ചെയ്തിട്ട് വിടും അവൻ.
അപ്പം ആദ്യം പ്രകാരം അവൾ വിചാരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി പറയാമെന്ന് കേട്ടോ. ഇനി അന്ന് വൈകിട്ടാണെങ്കിൽ നമ്മുടെ വിറ്റ അതുപോലെ തന്നെ മിങ്ങ രണ്ടുപേരും മറിക്കുന്ന സമയത്തും മിങ്ങാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിറ്റ് നോക്കുന്നത് കാണുമ്പോൾ വിറ്റ് ചോദിക്കുക എന്ത് പറ്റി എൻ്റെ മുഖത്ത് എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ പറയാം അല്ല ഞാനൊരു കാര്യം ചോദിക്കാനാ, നീയും ക്യാപ്റ്റനും തമ്മിൽ എന്താ റിലേഷൻ ചോദിക്കുന്ന സമയത്ത് ഇവള് പറയും ഞങ്ങൾ വന്നിട്ട് സുപ്പീരിയറും അതുപോലെ സബോർഡിനേറ്റും തമ്മിലുള്ള റിലേഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറയട്ടോ. അപ്പോഴാണ് മിങ്ങിന് ഒരു വിധത്തിൽ ആശ്വാസമാവുന്നത്. അവിടെ മിങ്ങ് പറയാം അല്ല നമ്മുടെ ക്യാപ്റ്റൻ ബൈക്ക് വന്നിട്ട് നിൻ്റെ അടുത്ത് ഇച്ചിരി ഇൻട്രസ്റ്റ് കൂടുതലുണ്ടെന്ന് തോന്നില്ല, കാരണം നിന്നെയാണല്ലോ കൂടുതലും അപ്രിഷ്യേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ സമയത്ത് വീട്ടിൽ പറയാം അങ്ങനെയൊന്നുമല്ല, എല്ലാ കാര്യത്തിലും എല്ലാവരെയും സാറ് അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ട്, അത് എന്നെ മാത്രമൊന്നുമല്ലെന്ന് പറഞ്ഞ സമയത്ത് ഏകദേശം മിങ്ങിന് ഓക്കെ വിറ്റിയും അതുപോലെ ക്യാപ്റ്റൻ ബൈയും റിലേഷനിലല്ല എന്നുള്ളൊരു കാര്യത്തിലൊരു ഉറപ്പ് വരികയാണ്. എന്നിട്ടാണെങ്കിൽ അന്ന് ലേറ്റ് ആയതുകൊണ്ട് തന്നെ വിറ്റ് വീട്ടിൽ പോകാം. അപ്പം ഈ സമയത്താണെങ്കിൽ ക്യാപ്റ്റൻ ബൈനെ വന്നിട്ട് നമ്മുടെ മിങ്ങ് മീറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു കോഫി എല്ലാം കുടിച്ചിട്ട് എന്തൊരു കാര്യം അർജൻറ്റായിട്ട് പറയാണെന്ന് പറഞ്ഞിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ ബൈ ചോദിക്കുന്ന സമയത്ത് ഇവൾക്കാണെങ്കിൽ അത്രയും നേരം പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. ബൈ പറയുന്ന സമയത്ത് ഇവൾക്കാണെങ്കിൽ ധൈര്യം വരാത്തതുകൊണ്ട് പറയാം അല്ല സാർ ഞാൻ വേറൊന്നുമല്ല, നമ്മുടെ ലിങ്ങിന് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാനായിരുന്നു, പക്ഷെ അവന് എങ്ങനെയുള്ള ഗിഫ്റ്റാ ഇഷ്ടമെന്ന് നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിക്കും കേട്ടോ. ആ സമയത്താണെങ്കിൽ ലിങ്ങി നൈസിന് ആ വഴിക്ക് വന്ന് എത്തി നോക്കാൻ അങ്ങാണ്ട് വരുന്നതാണ്. അപ്പോൾ ബൈ പറയും നീ വേണമെങ്കിൽ അവരുടെ നേരിട്ട് ചോദിക്കുന്നു പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ആക്കിയിട്ട് നമ്മുടെ ക്യാപ്റ്റൻ ബൈ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ പാവം മിങ്ങിൻ്റെ ആ ഒരു പ്ലാൻ മൊത്തത്തിൽ അങ്ങ് കുഴപ്പി പോവാണ്. എന്നിട്ടാണെങ്കിൽ അവൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മനസ്സിലാകുന്നത് അവിടെ വിറ്റ് വന്ന് അവളുടെ ബാഗ് എടുക്കാൻ മറന്നിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ അവരത് എടുത്തിട്ട് പുറത്ത് വരുന്ന സമയത്ത് വിറ്റ് അവളുടെ ബാഗ് എടുക്കാനായിട്ട് അവിടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ വിറ്റ് ആണെങ്കിൽ ഏകദേശം നമ്മുടെ മിങ്ങ് സൂചിപ്പിച്ചെന്ന് തോന്നുന്നു, നമ്മുടെ മിങ്ങിന് വന്നിട്ട് ക്യാപ്റ്റന് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അവൾ വന്നിട്ട് ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ചോദിക്കുവാണ് ബൈ നിങ്ങൾ വന്നിട്ട് മിങ്ങുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ടാണോ പോകുന്നതെന്ന് ചോദിക്കട്ടോ. അപ്പം നമ്മുടെ ബൈ പറയുകയാണ് അതൊന്നും നീന്നും ആലോചിക്കേണ്ട കാര്യമില്ല, പിന്നൊരു കാര്യം എനിക്ക് നിൻ്റെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ഇപ്പോൾ ചോദിക്കുകയാണെന്ന് പറയണം. ഈ സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.